നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് വരുമാന മാർഗം ക്രമാനുഗതമായിട്ട് കഴിഞ്ഞ 2025 മെയ് മാസം മുതൽ വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തന്നെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുകയും മെയ് മാസത്തോടുകൂടി പൂർത്തീകരിക്കാനും അതിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനും സാഹചര്യങ്ങൾ ഉണ്ടാകും. വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തുടങ്ങിവെച്ച കർമ്മമണ്ഡലങ്ങളിലും തൊഴിൽ മേഖലകളിലും അല്ലെങ്കിൽ വ്യാപാര വിപണന വിതരണ മേഖലകളിലും ക്രമാനുഗതമായുള്ള പുരോഗതിയും സാമ്പത്തികമായുള്ള നേട്ടവും ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഇനി ഒരു ധ്രുവീകരണത്തിന് തയ്യാറാവേണ്ടതായ സാഹചര്യങ്ങൾ ജൂൺ മാസം മുതൽ വന്നു ചേരുവാനിടയുണ്ട്. ജൂൺ മാസം മുതൽ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റ് വിഭാഗങ്ങളൊക്കെ തന്നെ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന് മാത്രമല്ല, ഈ ഒരു ചിന്താഗതി എല്ലാവർക്കും നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന വിധത്തിലായിരിക്കും. അതിന്റെ വെളിച്ചത്തിൽ 2027-2028 വളരെയധികം സാമ്പത്തികമായുള്ള ഭദ്രതയ്ക്കും സാധ്യത കാണുന്നതുമുണ്ട്. ഒരു വലിയ പ്രസ്ഥാനം തുടങ്ങുന്നതിനുള്ളൊരു നാന്തി കുറയ്ക്കുവാനുള്ള തീരുമാനവും അതിനുള്ള വഴികളും ഈ ഒരു വർഷം വന്നു ചേരുവാൻ ഇടയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥാനമാനങ്ങൾ തിരിച്ചു ലഭിക്കുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസ സൗകര്യത്തോടുകൂടി ഉള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിച്ചുകൊണ്ട് തൊഴിൽ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇടവരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. നിലവിലുള്ള പാഠ്യപദ്ധതിയോട് ബന്ധപ്പെട്ട ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകിയതിൽ വിജയം കൈവരിക്കും. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ, പദ്ധതി സമർപ്പണം തുടങ്ങിയവയിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുന്നത് വഴി എല്ലാ കാര്യങ്ങളും കൃത്യമായുള്ള രീതിയിൽ മംഗളകരമാക്കി തീർക്കുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും ഇടയുണ്ട്. സംഘ നേതൃത്വ സ്ഥാനം, അതായത് ജോലിപരമാണെങ്കിലും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണെങ്കിലും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടതാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു നേതൃത്വ സ്ഥാനത്തോടുകൂടി എല്ലാം നയിക്കാനുള്ള അവസരം തികച്ചും അവിചാരിതമായിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ എല്ലാം തന്നെ മംഗളകരമായിട്ട് അവർ അനുവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവും. എന്നാൽ ജൂൺ മാസം മുതൽ അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ പ്രവർത്തന നേട്ടമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല സാഹചര്യങ്ങളും സമൂഹത്തിലെ പല സാഹചര്യങ്ങളും തന്നെ ആയിരിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അതില് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അതായത് സർവാത്മന സഹകരിച്ചും കൊണ്ട് പ്രയത്നിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പ്രതീക്ഷിച്ചതിലുപരി ഫലം വന്നു ചേരുവാൻ ഇടയുണ്ട്. പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും ഹ്രസ്വകാല കരാർ ജോലികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. എന്നാൽ ദീർഘകാലമായിട്ടുള്ള അല്ലെങ്കിൽ 2027 ജൂണിന് ശേഷം പൂർത്തീകരിക്കുന്ന പദ്ധതികളാണെങ്കിലും അതിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. അതായത് 2026 ജൂൺ മുതൽ 2027 ജൂൺ വരെ നേട്ടം കുറയും എന്ന ധാരണയോടുകൂടി തന്നെ പണം മുതൽ മുടക്കുന്നവരെല്ലാം തന്നെ അത് മനസ്സിലാക്കേണ്ടതുമാണ്. വാഹനം മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ജൂൺ മാസം മുതലേ കൂടുതൽ ബുദ്ധിമുട്ടുകളെ സഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനോ മേലധികാരി മറ്റു ജോലികൾ നേടിപ്പോയതിന്റെ വെളിച്ചത്തിൽ തസ്തികയൊക്കെ ലഭിക്കുമെങ്കിൽ പോലും സാമ്പത്തികമായുള്ള നേട്ടങ്ങളൊക്കെ വളരെ കുറയുവാനാണ് യോഗമുള്ളത്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുമെങ്കിൽ പോലും അധിക ചെലവ്, അതുപോലെ തന്നെ അവിടെ പഠിക്കുന്നതോടൊപ്പം ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറയുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ചില വിദ്യാർത്ഥികൾക്ക്, അതായത് അച്ഛനമ്മമാരുടെ നിർബന്ധത്താൽ വിദേശത്ത് പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്.
ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഊർജ്ജസ്വലതയോടുകൂടി എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാനിട വരുമെങ്കിൽ പോലും ജൂൺ മാസം മുതൽ അതിൽ നിന്നൊരു നേട്ടം കുറയുവാനാണ് യോഗമുള്ളത്. പലപ്പോഴും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തം കൺവെട്ടത്തിലും സ്വന്തം മേൽനോട്ടത്തിലും നടത്തി വരുന്ന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വ സ്ഥാനം വഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ പലപ്പോഴും ശനി ഞായർ എന്നീ ദിവസങ്ങളിലും ചിലർക്ക് രാത്രിയിൽ 1 മണിക്കൂർ ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യങ്ങളായിരിക്കും ജൂൺ മാസം മുതൽ ഒരു വർഷത്തിലേക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. ജനക്ഷേമ പദ്ധതികളൊക്കെ നല്ലതാണെങ്കിൽ പോലും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. പ്രതിസന്ധികൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം, ആത്മവിശ്വാസം, ഇത്രയും കാലം പ്രവൃത്തി ചെയ്തതിന്റെ പ്രവൃത്തി പരിചയം, ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ചിന്തകൾ, അനുഭവജ്ഞാനം എന്നിവ ഒരു പരിധിവരെ ലക്ഷ്യപ്രാപ്തിയിൽ നേടുവാൻ ഉപകരിക്കും. സാമ്പത്തികമായുള്ള നേട്ടമൊക്കെ ഒരുപക്ഷെ 2027 ജൂണിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുടുംബാംഗങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹായ മനസ്ഥിതിയൊക്കെ നല്ലതാണെങ്കിൽ പോലും അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ, അല്ലാത്ത പക്ഷം അബദ്ധമായി തീരുവാൻ ഇടയുണ്ട്. സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. പലപ്പോഴും ചെയ്തു വരുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ ഉദ്ദേശിച്ച പോലെ നേട്ടം ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. ഭിന്നാഭിപ്രായങ്ങൾ തൊഴിൽ മേഖലയിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്നും വന്നു ചേരുന്നത് വഴി ഒരു മധ്യസ്ഥരുടെ സഹായത്താൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും വേണ്ടപ്പെട്ടവരായതുകൊണ്ട് ആരുടെയും പക്ഷം പറയാതെ തന്നെ അത് കൃത്യമായിട്ടുള്ള വിലയിരുത്തുമെന്ന് അവരെ കണ്ടെത്തിക്കൊണ്ട് ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും മേലധികാരികളിൽ നിന്നുള്ള തിരസ്കരണ മനോഭാവം പലതും ഉണ്ടാകുമെങ്കിൽ പോലും സ്വന്തം തീരുമാനത്തിൽ ജൂൺ മാസം മുതൽ ജോലി ഉപേക്ഷിക്കരുത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പല ദിവസങ്ങളിലും, പ്രത്യേകിച്ച് മാസത്തിന്റെ ഒടുവിലൊക്കെ തന്നെ വേണ്ടി വരുവാൻ ഇടയുണ്ട്. കഴിവും അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ളവർക്ക് അവസരങ്ങൾ കുറയും. ഇനി ചിലർക്ക് അവസരങ്ങൾ വന്നു ചേർന്നാൽ കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധ്യത കുറയും. ഏത് പ്രകാരത്തിലും ഒരു കൃത്യമായിട്ടുള്ള ദിശാബോധങ്ങൾക്കായിട്ട് കൂടുതൽ പ്രയത്നം വേണം. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയതായിട്ടുള്ള സമീപനം വേണ്ടിവരും. അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും അനുഭവത്തിൽ വന്നു ചേരുവാൻ ഇടയുള്ളൂ. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടയുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സുതാര്യതയുള്ള സമീപനത്താൽ സർവകാര്യ വിജയം നേടുവാൻ അവസരം വന്നു ചേരും. വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ ജീവിതം ഗുണകരമായി തീരുവാനിടയുണ്ട്. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിയമസഹായം തേടുവാനിട വരും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അർഹതയുള്ളവരെ അംഗീകരിക്കുന്നതിലും അനുമോദിക്കുന്നതിലും ആശ്വാസം കണ്ടെത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാനും ഒരു പരീക്ഷണം എന്ന നിലയിൽ 2-3 മാസത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് വന്നു ചേരുന്ന വിധത്തിലുള്ള കൃഷി രീതികൾക്ക് ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ജൂൺ മാസം മുതൽ അതിൽ പരാജയപ്പെടുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുവാനിടയുണ്ട്. പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കും.
നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വിസ്തൃതിയുള്ള ഗൃഹം നിർമ്മിച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഒരു കാര്യവും വേണ്ട വിധത്തിൽ നടക്കാനുള്ള സാധ്യതകൾ ജൂൺ മാസം മുതൽ വളരെ കുറവായിരിക്കും. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിപരീതമായുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള സമീപനം, സൂക്ഷ്മതയോടുകൂടിയതായുള്ള ആശയങ്ങൾ അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഈ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസം മുതൽ എന്തായാലും വേണ്ടിവരും. ഇതാണ് 2026 കാർത്തിക നക്ഷത്രക്കാരുടെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ.